മഴ കുറയും. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് എടവപ്പാത്തി എന്നറിയപ്പെടുന്ന തെക്ക് പടിഞ്ഞാറൻ കാലവർഷം പെയ്യുന്നത്. എൽനിനോ പ്രതിഭാസമാണ് മഴക്കുറവിന് പ്രധാന കാരണം. ജൂൺ ജൂലൈയിൽ തന്നെ എൽനിനോ പ്രതിഭാസം രൂപപ്പെടാം. പസഫിക് സമുദ്രോപരിതലം അസാധാരണയായി ചൂടാകും. ഇന്ത്യയിലെ കാലവർഷത്തെ ഇത് ബാധിക്കും. കേരളത്തിലെ മഴയെയും താപനിലയെയും എൽനിനോ ബാധിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിലുള്ളത്. രാജ്യത്താകെ ദീർഘകാല ശരാശരിയുടെ 92% ലഭിക്കാൻ സാധ്യതയുള്ളൂവെന്നാണ് വിലയിരുത്തൽ. 90 മുതൽ 95% വരെയുള്ള മഴ സാധാരണയിൽ കുറഞ്ഞ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. എടവപ്പാത്തിയുടെ രണ്ടാം പകുതിയിൽ മഴ കുറയാനാണ് സാധ്യത. കേരളത്തിൽ ഇത്തവണ വേനൽ മഴയിലും കുറവുണ്ട്. ഇതിനു മുമ്പ് കേരളത്തിൽ ഉഷ്ണതരംഗം ഉണ്ടായത് 2016-ലും 2024-ലുമായിരുന്നു. ഇവ രണ്ടും എൽനിനോ വർഷങ്ങളായിരുന്നു. പ്രകൃതിയുടെ താളം തെറ്റലുകൾ വെറും യാദൃച്ഛികമായിട്ടുള്ളതല്ല, വരാനിരിക്കുന്ന വലിയ മാറ്റങ്ങളുടെ കൃത്യമായ സൂചനകളാണ്. എൽനിനോ പോലുള്ള ആഗോള പ്രതിഭാസങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിന്റെ കാലാവസ്ഥയെ പോലും മാറ്റിമറിക്കുമ്പോൾ ജാഗ്രത പാലിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഏക പോംവഴി. പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ മുൻകൂട്ടി കണ്ട് പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. മഴക്കുറവ് പ്രവചിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ജലസ്രോതസ്സുകൾ കരുതലോടെ ഉപയോഗിക്കാനും മഴവെള്ളം സംഭരിക്കാനും നാം ശീലിക്കണം. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.